കഥ തുടങ്ങുന്നത് ഒരു 3 വർഷം മുമ്പാണ്. അതായത് ഞാൻ അന്നൊരു iPhone 14 Pro ബുക്ക് ചെയ്തു. അപ്പൊ തന്നെ ഇവൻ പോയി 14 Pro ബുക്ക് ചെയ്തു. 3 വർഷം ഓടിച്ച്. ആരും അറിയാതെ ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഒരു ഫോൺ പോയി കണ്ടു, സാധനം ഇഷ്ടപ്പെട്ടു. അങ്ങനെ പ്രീ ബുക്കിംഗ് ആണ് ആ സമയത്ത് അതിന്റെ സ്റ്റാറ്റസ്. അങ്ങനെ ആ സാധനം പോയി ഞാൻ പ്രീ ബുക്ക് ചെയ്തു. അപ്പൊ തന്നെ അവനും പോയി പ്രീ ബുക്ക് ചെയ്തു. സാധനം കാണണ്ടേ? അങ്ങനെ iPhone 7 തൊട്ട് iPhone 14 Pro വരെയുള്ള ഒരു നീണ്ട ജീവിതത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ ബാക്ക് ടു ആൻഡ്രോയിഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ Vivo X300 Pro ഇതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അതായത് എനിക്ക് തോന്നുന്നു ഫോട്ടോഗ്രാഫിയിൽ ഇപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫോണാണ്. നമുക്ക് അൺബോക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ പ്രീ ബുക്ക് ചെയ്ത സാധനം ഗ്ലോബൽ വേർഷൻ എത്തി ഗൈസ്. അപ്പൊ ഇങ്ങനെയാണല്ലോ എല്ലാം. എന്താ പൊട്ടാത്ത? നമ്മളിത് അബുദാബിയിൽ ഇരുന്നാണ് അൺബോക്സ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് താഴെ കളഞ്ഞാൽ പണി കിട്ടും. ഈ ഇങ്ങനെ പൊക്കുമ്പോൾ ഇത് പതിയെ വരുന്നതിന്റെ കാരണം എന്താണെന്നറിയാം? നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന പരിപാടിയാണ്. ഗസ് ചെയ്യാവോ? കളർ ഗസ് ചെയ്യാൻ പറ്റുമോ? വിൽ സി. കളർ അങ്ങനെ ഉണ്ട്? അടിപൊളിയാണോ? ഡൂൺ ബ്രൗൺ അല്ലേ? ഞാൻ എടുത്തത് ബ്ലാക്ക് ആണ്. പറയാനുള്ളത്, നമ്മൾ ചെയ്തത് പ്രീ ബുക്കിംഗ് ആയിരുന്നു. അപ്പോൾ നോർമലി ഇത് ലോഞ്ച് ആയിട്ടില്ല. അതായത് നോർമൽ കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഇത് അവൈലബിൾ അല്ല. പ്രീ ബുക്ക് ചെയ്തുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീ ബുക്ക് ചെയ്തുകൊണ്ട് വിവോ ബഡ്സ് എയർ 3 ഫ്രീ കിട്ടിയിട്ടുണ്ട്. ഇതിന് 1 വർഷത്തേക്ക് സ്ക്രീൻ എന്ത് പറ്റിയാലും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. 4 പ്രാവശ്യം അവർ റീപ്ലേസ്മെന്റ് ഉണ്ട് സ്ക്രീന്. അതുകൊണ്ട് നമുക്ക് സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫോണിന് ഓവറോൾ ഇന്റർനാഷണൽ 2 ഇയേഴ്സ് വാറണ്ടി ഉണ്ട്. അതേപോലെ തന്നെ ഏറ്റവും വലിയ നമ്മുടെ പ്രോബ്ലം ആണ്, ആപ്പിളിലൊക്കെ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് വന്നൊരു പ്രോബ്ലം ആണ് ബാറ്ററി. ഈ ബാറ്ററി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ 3 വർഷം കൊണ്ട് എന്റെ ബാറ്ററി സ്റ്റാറ്റസ് 72% ആണ് ബാറ്ററി ഹെൽത്ത് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് 5 വർഷത്തോളം ഇൻ കേസ് നമ്മൾ 80% താഴെ പോയി കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് ബാറ്ററി റീപ്ലേസ് ചെയ്ത് തരും. വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. സോ ദിസ് ഈസ് മൈ ന്യൂ ഫോൺ ഫ്രം നൗ. ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ലൈക്ക് അതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഫോൺ ആയതുകൊണ്ട് നാളെ തൊട്ട് നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫോൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി തൊട്ട് പോലെ കിടിലം പോർട്രേറ്റുകൾ വരും. ഇതിന്റെ കിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വന്നിട്ടില്ല, വരും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം.